ഹലോ, രമണീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രമണി പരമേശ്വരൻ. ഇന്ന് ഉണ്ടാക്കുന്നത് കൂൺ തോരനാണ്, മഷ്റൂം തോരൻ. ഇത് ചോറിനും ചപ്പാത്തിക്കുമെല്ലാം നല്ല മാച്ചിങ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രമണി പരമേശ്വരനാണ്. കുറച്ച് ദിവസമായി വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നൊരു സിമ്പിളായിട്ടൊരു കൂൺ തോരനാണ് ഉണ്ടാക്കുന്നത്, മഷ്റൂം തോരൻ. അതിലേക്കായി 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇത് ബേബി വൈറ്റ് ബട്ടൺ മഷ്റൂംസാണ്. ഒരു 1/4 കപ്പ് തേങ്ങയുണ്ട്, ചിരകിയ തേങ്ങയാണ്. ആവശ്യത്തിന് കറിവേപ്പില, 4-5 കഷ്ണം വെളുത്തുള്ളി അല്ലി, 4-5 കഷ്ണം ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. മഷ്റൂം ഒന്ന് കട്ട് ചെയ്ത് സവാളയും ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും ജീരകവും ഒന്ന് പൊട്ടി വരണം. കടുകും ജീരകവും നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളാക്കിയ സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വഴന്നു വരണം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് എടുത്തിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴന്നു വരട്ടെ. ഉള്ളി ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി 4-5 ചെറിയ ഉള്ളിയും ഒരു മീഡിയം സൈസ് സവാളയുമാണ് ചേർത്തിരിക്കുന്നത്. 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും കൂടിയാണ്. ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി മഷ്റൂം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തിരിക്കുന്നതാണ്. മഷ്റൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതിയാകും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിൽ വെള്ളമുള്ള ഐറ്റമാണ്. അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഉപ്പെല്ലാം പാകത്തിനാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. നല്ലതായിരുന്നു മിക്സ് ചെയ്ത് വെള്ളം ബാക്കിയുണ്ടെങ്കിലൊന്ന്
വറ്റിച്ചെടുക്കാം. അധികം വെള്ളമൊന്നും ബാക്കിയില്ല. പാകമായിട്ടുണ്ട്. ഒന്നുകൂടി ഒരു 2 മിനിറ്റ് കൂടി തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കാം. മഷ്റൂം തോരൻ പാകമായിട്ടുണ്ട്. പൂന്തോരൻ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കുമെല്ലാം നല്ലൊരു മാച്ചിങ്ങാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കണേ.